അങ്ങനെ സായിക്ക് ശേഷം സിജോ പുതിയ രാജാവായിട്ട് തുടരുകയാണ്. സിജോ പുതിയ നിയമങ്ങളൊക്കെ ഹൗസിൽ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ അവിടെയുള്ള ആണുങ്ങളെയൊക്കെ പെൺവേഷം കെട്ടിച്ച് നടത്തിക്കുന്നുണ്ട്. പെൺകുട്ടികളെയൊക്കെ ആണുങ്ങളെ പോലെ നടക്കാനും പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ടാസ്ക് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് മണി ബോക്സിന്റെ കാര്യം പറയുന്നത്. നിങ്ങൾ കുറേ കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന മണി ബോക്സ് വരാൻ പോവാണ്. അപ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക. അത് കഴിഞ്ഞിട്ടാണ് CID രാംദാസ് മറ്റേ മണി ബോക്സ് ഒക്കെ പിടിച്ചിട്ട് വരുന്നത്. അപ്പോൾ രാംദാസ് പറയുന്നു കാറ്, വീട്, പുതിയൊരു ബിസിനസ്, അങ്ങനെ പല പല ആഗ്രഹങ്ങൾ, ബിഗ് ബോസിന്റെ ട്രോഫി. അപ്പം അതിലേതൊക്കെ വേണമെന്നുള്ളത് ബുദ്ധിപൂർവ്വം ആലോചിച്ച് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, മണി ബോക്സിൽ തൊട്ടാൽ അത് എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നിമിഷം തന്നെ ബിഗ് ബോസിൽ നിന്ന് പോകണം. അപ്പം സായിയാണ് എടുത്തതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ആദ്യം തന്നെ 5 ലക്ഷം രൂപ വെക്കുന്നതായിട്ടായിരുന്നു പ്രൊമോയിൽ കണ്ടിരുന്നത്. ഇനി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഏതായാലും സായി മണി ബോക്സ് എടുത്ത് വീട്ടിൽ നിന്ന് പോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. സായിക്ക് അങ്ങനെ കൂടുതൽ തുക ഇനി വരുമോ എന്നുള്ളതൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കാനൊന്നും താല്പര്യമില്ലായിരുന്നെന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി സായി പറഞ്ഞിട്ടുണ്ട് എത്ര ചെറിയ തുക വന്നാലും ഞാൻ എടുക്കാൻ നിൽക്കുകയാണെന്നുള്ളത്. അപ്പം 5 ലക്ഷം രൂപ കണ്ടപ്പോഴത്തേക്കിനും അപ്പം തന്നെ എടുത്തിട്ടുണ്ടാവണം. അപ്പം ഈ പണപ്പെട്ടീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഇപ്പം നടന്നുകൊണ്ടിരുന്ന ടാസ്ക് ഒക്കെ എല്ലാവരും മറന്ന്. ഇപ്പം സിജോ പറയുന്നുണ്ട് ഇനിയിപ്പോൾ സീരിയസ് ആയിട്ടുള്ളൊരു ടാസ്ക് വരാൻ പോകല്ലേ, എല്ലാവരും ഡ്രസ്സൊക്കെ മാറിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ജാസ്മിൻ പറയുന്നു വേണ്ട, ഇനി ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഈ പണപ്പെട്ടീനെ പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങും, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ വേഷം മാറിയവരെ വെച്ചിട്ട്, ഈ സ്ത്രീകളുടെ വേഷം ധരിച്ച ആണുങ്ങളെ വെച്ചിട്ടൊക്കെ ഒരു റാം വാക്ക് നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യുന്നുണ്ട്. ഒരു പരിധിക്ക് അപ്പുറമായപ്പോഴത്തേക്കിനും ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന പരിപാടിയാണ്, അതുകൊണ്ട് കുറച്ച് നിലവാരം പുലർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ടാസ്ക് ഒന്നും ചെയ്യാൻ അവിടെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ലൈവൊക്കെ കാണാൻ ഭയങ്കര ബോറാണ്. എപ്പിസോഡിൽ പിന്നെ നന്നായിരിക്കും വിചാരിക്കുന്നു ഈ കട്ട് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട്. ഈ മോഷ്ടിച്ചെടുക്കാനോ ചെങ്കോല് മോഷ്ടിച്ചെടുക്കാനോ അതൊരു നല്ല രീതിയിൽ ഫണ്ണായിട്ട് കൊണ്ടുപോകാനോ ഒന്നും ആർക്കും താല്പര്യമില്ല. ഇപ്പൊ സിജോ കഴിയുമ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട് എനിക്കിവിടെ തരുമോ എന്ന് ചോദിച്ചിട്ട് ജിൻഡോ നിൽക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പ് കളി പോലെ അവസാനം ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കേണ്ടതാണ്. നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. പക്ഷെ ആർക്കും താല്പര്യമില്ല കളിക്കാനും ഒന്നും. തൽക്കാലം ഇപ്പോൾ ഈ രാജാവിൻ്റെ ടാസ്കിലൊരു ഇടവേള കൊടുത്തിരിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറയുമെന്നുള്ളത് അവർക്ക് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഓരോരോ മൂലയ്ക്ക് പോയിരുന്നിട്ട് ഓരോ സംസാരം തുടങ്ങിയിട്ടുണ്ട്. ഈ പണപ്പെട്ടീൻ്റെ ടാസ്ക് ഇന്നത്തോടെ തീരുമോ, ഈ 5 ലക്ഷം മാത്രമേ വെക്കുന്നുള്ളൂ, അതോ നാളെയും കണ്ടിന്യൂ ചെയ്യുമെന്നൊന്നും അറിയില്ല. സിജോ ഇപ്പോഴേ പറയുന്നുണ്ട് നോറ എടുത്ത് പോകായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു, പക്ഷെ എടുക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അതിൻ്റെ സംസാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട്.